എന്നിട്ട് ഇയാളെ കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? ഇവിടെയുള്ള 10-20 പേരുണ്ടല്ലോ, അവരെ കണ്ടപ്പോൾ എന്ത് തോന്നുന്നു അങ്ങനെയൊക്കെ? ആരും കൂടെ കാണില്ലാതെ ഇപ്പം എല്ലാവരും കൂടെ ഇരിക്കല്ലേ? അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ബഹുമാനപ്പെട്ട പിണറായി വിജയനും അദ്ദേഹത്തിന് അനുയായികളും കൂടെ കാണത്തില്ലെന്നാണ് പറഞ്ഞത്. അത് വ്യാഖ്യാനിക്കണം. ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന ലോയിലൊരു വിഷയമുണ്ട്. അത് വേണ്ട, അവർ വരാതിരിക്കുന്നത്. അവർ പൊളിറ്റിക്കൽ ക്രിമിനൽസാണ് കൂടുതലും അദ്ദേഹത്തിന് കൂടെയുള്ളത്. വേണ്ട, എൻ്റെ കൂടെ എല്ലാവരും ഉണ്ട്, ജനങ്ങളുണ്ട്, കക്ഷി വ്യത്യാസമില്ലാതുണ്ട്. BJP-ക്കാർ പോലും എനിക്ക് വോട്ട് ചെയ്ത് ഭംഗം തരാണ് പുള്ളി പറഞ്ഞിട്ട് പോയിരിക്കുക. ഞാനല്ല പറഞ്ഞത്. ഒരു ചെയ്യുകയോ ചെയ്യാതിരിക്കുകയാണ്. അതുകൊണ്ട് സഖാവ് പിണറായി വിജയന് വർഗം എന്താണെന്നുള്ളത് മറന്നുപോയി. അദ്ദേഹം പാർട്ടിയുടെ രാഷ്ട്രീയത്തിൽ നിന്നും ബഹുദൂരം അകന്നു പോയിരിക്കുകയാണ്. സെൻട്രൽ കമ്മിറ്റിയുടെയോ പാർട്ടി കോൺഗ്രസിലെ പ്രമേയങ്ങളൊന്നും അദ്ദേഹം വകവെക്കുന്നില്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. അദ്ദേഹത്തിന് ക്യാബിനറ്റിൽ ഇരിക്കുന്നവരെല്ലാം ഏറാമൂളികളാണ്. വ്യക്തിത്വമുള്ള ഒരാൾ കൂടി അതിനകത്തില്ല. അതാണ് ഇപ്പോഴത്തെ ക്യാബിനറ്റ്. ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അല്ലേ? അദ്ദേഹത്തെ എന്താ ലാവൽ കേസിൽ പ്രതി സ്ഥാനത്ത് നിർത്തി CBI എൻക്വയറി വേണമെന്ന് ക്യാബിനറ്റിൽ VS പാക്കറ്റ് ചെയ്തു. രൂപയിൽ ഒരു കടലാസ് എടുത്ത് ക്യാബിനറ്റ് വായിക്കുക. 2006 ഗവൺമെന്റിൽ. ഞാൻ പറഞ്ഞാൽ അത് ഇവിടെ വായിക്കാൻ പറ്റില്ല. പാർട്ടി സെക്രട്ടറിയെ ശിക്ഷിക്കാനുള്ള ഒരു പ്രമേയവും ഇവിടെ പാസ്സാക്കാൻ പറ്റില്ല. അത് പറഞ്ഞു. അത് ശരിയല്ല. അപ്പോൾ CPI അടക്കമുള്ള NCP അടക്കം എല്ലാവരും പറഞ്ഞത് വേണ്ട VS. എന്നാൽ കിടന്നോട്ട് പാക്കറ്റ് തിരിച്ചു വെച്ചു. അന്ന് പിണറായി വിജയന് വേണ്ടി ഞാൻ ന്യായത്തിന് വേണ്ടിയാണ്. പാർട്ടി സെക്രട്ടറിയെ സംരക്ഷിക്കേണ്ട ഒരു ജോലിയാണ്. ഒറ്റ കൊടുക്കാനല്ല വേണ്ടത്. VS അന്നത്തെ പാർട്ടി ഫൈറ്റിൽ ദേഷ്യം കൂടി ചെയ്തു പോയതാണ്. നല്ല VSന് പകരം വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ അന്ന് അങ്ങനെയൊക്കെ നമ്മൾ അവിടെ പോലും ഇദ്ദേഹത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണ്. അദ്ദേഹത്തിനല്ലേ ചരിത്രം. ഞാൻ ചരിത്രം പറഞ്ഞല്ല, ചരിത്രം ഓർമ്മിച്ചു. ഞാൻ അദ്ദേഹം ചരിത്രം മറന്നുപോയി. ഈ ഘട്ടത്തിനോട് പറയാൻ ഞാൻ പറഞ്ഞില്ല. വരുമെന്ന് ഞാൻ പറഞ്ഞില്ല. അതാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചതാണ് പിണറായി പ്രചരിപ്പിക്കുന്നത്. ഞാൻ വരുമെന്നല്ല പറഞ്ഞത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP-ക്കാരും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ചെയ്യത്തില്ലേ? അതെങ്ങനെ അറിയാനും ആരുടെ വോട്ടാണെന്ന്? എല്ലാ വിഭാഗം ജനങ്ങൾ വോട്ട് ചെയ്യും. അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അവിടെ പാർട്ടി നേതൃത്വം പറഞ്ഞാലും അവർ രഹസ്യമായിട്ട് വോട്ട് ചെയ്യും. ആ കാര്യമല്ലേ പറഞ്ഞത്? ഇതൊന്നും അറിയാൻ വയ്യാത്തവരാണോ ഈ കേരളത്തെ നയിക്കുന്നത്? പറ. ഞാൻ 3000 വോട്ടെന്നാണ് പറഞ്ഞത്, അല്ല 5000 ഒന്നും ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ തവണ. അപ്പം ഇത്തവണ ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്. ഇത്തവണ ചെയ്തോളാം അദ്ദേഹം പറഞ്ഞല്ലോ. പിണറായി പറഞ്ഞല്ലോ ഞാൻ ഐക്യപ്പെട്ടാണ് അവരോട്. പിന്നെ അവർ ചെയ്തോളൂല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടാണ് ചെയ്തത് ഇത്തവണ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒന്നും ആലപ്പുഴ അല്ലാതെ ഇരുതല മൂർച്ചയുള്ള വാള് പോലുള്ള ഒരു ജില്ലയാണ്. തിരിഞ്ഞും പിരിഞ്ഞും ഇവിടെ VS-നെ ജയിപ്പിച്ചു, VS-നെ തോൽപ്പിച്ചു. ചന്ദ്രനാഥനെ ജയിപ്പിച്ചു, തോൽപ്പിച്ചു. സദാശിവനെ ജയിപ്പിച്ചു, തോൽപ്പിച്ചു. 124 വോട്ടിന് എന്നെയും തോൽപ്പിച്ചു ഒരിക്കലും. ഇവിടെ 124 വേദനയൊന്നും ആലോചിച്ചു നോക്കാം. വോട്ടെല്ലാം എണ്ണി കഴിഞ്ഞപ്പോൾ ഞാൻ ജയിച്ചു. കൈനയിലൊക്കെ പടക്കത്തോട് പടക്കം. അപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒരു ബാലറ്റ് ബോക്സ് ദൂരെ കളഞ്ഞത് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ അത് അവിടെ ഒരു സ്കൂളുണ്ട് ചമ്പക്കുളത്ത്. ആ സ്കൂളിലെ ആ ബൂത്ത് അവരുടേതാണ്. അത് എണ്ണിയപ്പോഴാണ് 124 ജയിച്ചത്. അവർ ജയിച്ചത്. ഞാൻ തോറ്റിട്ടുണ്ടല്ലോ. പിന്നെ തുടർച്ചയായിട്ട് 3 തവണ ജയിച്ചല്ലേ. ഇപ്പൊ ഇത്തവണ ജയിക്കാനുള്ള സാധ്യത. അതാ ഇരുതല മൂർച്ചയുണ്ടെന്ന് പറയുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് ആർക്കും സീറ്റൊന്നുമില്ല. സ്ഥിരമായിട്ട് ഏതെങ്കിലും പാർട്ടി ജയിക്കുന്ന ഒറ്റ സീറ്റ് 9 എണ്ണത്തിലില്ല. അറിയാമോ? അത്രേ പറയാറുള്ളൂ. ഞാൻ വേറൊരു മണ്ഡലത്തിൽ പ്രസംഗിക്കാൻ പോയിട്ടില്ല. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് വേണേൽ ആഞ്ഞടിക്കാം, 3-5 സീറ്റ് കളയുക, അതൊന്നും പോകുന്നില്ല. എന്നാലും എന്റെ തോളെ കയറാൻ വരിക. മനസ്സിലായില്ലേ? ഇല്ല, പാർട്ടിക്കാരും പേടിയില്ല. പാർട്ടിയെ നയിക്കുന്നവരുടെ പേടിയാ. പാർട്ടി എന്ത് പിഴച്ചു? പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മഹത്തായ ഒരു പാർട്ടിയാണ്. അത് നെഹ്റു വരെ അംഗീകരിച്ചിട്ടുള്ളതാണ്. കോൺഗ്രസ് മഹത്തായ ഒരു പാർട്ടിയല്ലേ? അതുകൊണ്ട് കോൺഗ്രസ് കളയാതെ കൊള്ളരായ്മയ്ക്കെല്ലാം കോൺഗ്രസ് ആണ് ഉത്തരവാദി. നയിക്കുന്നവരാണ്, അവരാണ് ഉത്തരവാദിത്തം പറയുന്നത് ഓരോ കാലത്ത്. അത്രേ ഉള്ളൂ. അയാൾക്ക് ഞാൻ പരാജയ രാഘവന്റെ പേരിട്ട് അറിയാലോ. അല്ല, അത് മറുപടി അദ്ദേഹത്തിന്റെ മറുപടി കേൾക്കണം. അയാൾ ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ തോറ്റിരിക്കും. എടുക്കാത്ത നാണയത്തിന് ആണ് മൂല്യം. പഴയതൊക്കെ സ്വർണ്ണ നാണയങ്ങൾ. ഒന്ന് മിണ്ടായിരിക്കാം അവിടെ. പത്രക്കാരോട് സംസാരിക്കുക. ദയവായി മിണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ചോദിക്കാം. അപ്പോൾ രാജാവിന്റെ കാലത്ത് സ്വർണ്ണ നാണയങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇന്നത്തെ നാണയമല്ല, അതിന് മൂല്യമില്ലേ? രാജാവിന്റെ കാലത്ത് സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നു. ഇപ്പൊ സ്വർണ്ണ നാണയമില്ല. ആ നാണയം കൊടുത്താൽ സ്വർണ്ണത്തിന്റെ വില കിട്ടുമായാലും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആലോചിക്കാതെ സംസാരിക്കുകയാണ് ചരിത്രബോധം ഇല്ലാതെ.
വിജയരാഘവൻ നല്ലപോലെ പൊക്കിയെടുക്കുന്ന ഒരു സാധനമാണല്ലോ അല്ലേ? ആളുകളെല്ലാം ഒപ്പനോ അതാണ് 1.5 ലക്ഷത്തോട് തോറ്റു പാർലമെന്റിൽ. എന്തോ എടുക്കുന്ന ചരക്കാണ്. എന്നമോ വായടയ്ക്കാൻ പറ വിജയരാഘവനോട്. അയാൾക്ക് പോളിറ്റ് ബ്യൂറോയുടെ തിണ്ടയിൽ പോലും കയറാനുള്ള യോഗ്യതയില്ലാത്തവരാണ്. യോഗ്യതയുള്ളവരെ മാറ്റി നിർത്തിയിട്ട് ഇടിച്ച് കയറിയതല്ലേ ഭാര്യയെ മന്ത്രിയാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഞാൻ അവരെ പറ്റി ഒന്നും പറയുന്നില്ല. ആറൊക്കെ വോട്ട് ഭൂരിപക്ഷമല്ല പറഞ്ഞത്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് അത്രയും പോൾ ചെയ്യുമെന്ന് എനിക്ക്. ഭൂരിപക്ഷമല്ല പറഞ്ഞത്. കിട്ടാതെ വരും. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. അങ്ങനെ വരെ അഭിപ്രായം ഉണ്ടെന്ന് പറയുകയാണ്. ഈ ഇലക്ഷന്റെ ഇതെല്ലാം ആളുകളുടെ സ്നേഹം കാണുമ്പോൾ അങ്ങനെയൊക്കെ ആൾ ചിന്തിക്കുന്നു എന്നേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഒരു സംഭവം തൂക്കോളത്ത് ഉണ്ടായിട്ടുണ്ട്. ആ അമ്മ പറഞ്ഞു ആരാണ് സുധാകരൻ സാറിനാണ്. ആ കയറിയ ആള് ഉടനെ തന്നെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് കുത്തിക്കോളാൻ പറഞ്ഞു. ചിഹ്നം കാണിച്ചു കൊടുത്തില്ല. അവർ കഴിഞ്ഞ തവണ വരെ ചെയ്തത് അരിവാടി ചുറ്റിയേക്കാണ്. എനിക്കും ചെയ്തിട്ടുണ്ട്. അവരതിനെ കുത്തി അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഏജന്റ് അകത്ത് കയറിയില്ല. കയറാം. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും അവരുടെ ഏജന്റിന് ഈ വോട്ട് ചെയ്യുന്നിടത്ത് പോകാം. കാരണം പോളിംഗ് ബൂത്തിലല്ല വോട്ട്, വീട്ടിലാണ്. ആളുകൾ കയറി. അപ്പോൾ കയറാൻ വേണ്ടി ജാഗ്രത പാലിക്കാനാണ് പറഞ്ഞത്. പരാതിയായിട്ടും അവിടുത്തെ ബൂത്ത് കമ്മിറ്റി എഴുതി തന്നാൽ പോകുമല്ലോ. ആ വോട്ട് ക്യാൻസൽ ചെയ്യും, രണ്ടാമത് ജയിക്കും. ഞാനല്ല കൊടുക്കുന്നത്. ബൂത്ത് കമ്മിറ്റിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പരാതി തരണം. പരാതി ഇവിടെ മണ്ഡലം കമ്മിറ്റിക്ക് കൊടുത്താൽ മതി. അത് കൊടുത്തോളാം. ഇല്ലെങ്കിൽ വേണ്ട, ഒരു വോട്ട് പോയി അത്രയേ ഉള്ളൂ. പറ്റിച്ചു വാങ്ങിയത് വോട്ടല്ലേ? ചതിച്ചു വാങ്ങിക്കുന്നത്. ചതിയല്ലാതെ വല്ലതും ഉണ്ടോ കയ്യിൽ? ചതിയല്ലാതെ വല്ലതും ഉണ്ടോ? ഇല്ല. സുധാകരൻ എന്ന് പറഞ്ഞൊരു ഒരാളിനെ നിർത്തിയില്ലേ? രമ്യയല്ലല്ലോ, അപരനോ? അത് LDF സ്ഥാനാർത്ഥിയല്ല നിർത്തിയത്. 2:45 വരെ എൻ്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് അഡ്വക്കേറ്റ് സ്റ്റാലിൻ അവിടെയുണ്ട്. 2:45 എന്തെങ്കിലും ഇറങ്ങിയപ്പോൾ ഇയാൾ പതുക്കെ ഇയാളെ കൊണ്ട് കയറി അങ്ങോട്ട് കൊടുത്തു. സ്കൂട്ടറിലേക്ക് വന്നപ്പോൾ ഇയാൾ ഒപ്പിട്ടിട്ടില്ല. ഈ കാൻഡിഡേറ്റ് അയാൾ ഒപ്പിട്ടിട്ടില്ല. ഈ ധൃതിയിൽ അത് ചെയ്തില്ല. അത് തള്ളിപ്പോയി. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്ന് ഞാൻ പറയുകയാണ്. ഇതൊക്കെ നീതിയാണോ, ന്യായമാണോ? ഇങ്ങനെയൊക്കെയാണോ? ഇവരൊക്കെ പാർലമെന്റിൽ പോയിട്ടെന്താ കാര്യം? പ്രതിപക്ഷ നേതാവ് സതീശന്റെ മുണ്ടുരിയണം എന്ന് അസംബ്ലി പ്രസംഗിക്കുക. മുണ്ടുരിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞ വസ്ത്രം കാണാം, അണ്ടർവെയർ. ആരാ? ഈ MLA പ്രസംഗിച്ച ഈ നിലവിലുള്ള അസംബ്ലിയിൽ ഇങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. ഇങ്ങനത് പ്രസംഗിച്ചുകൂടാ. അതിന് വേറെ വഴിയുണ്ട്, വേറെ ഭാഷയുണ്ട്. ഭാഷയില്ല കയ്യിൽ. അതിന് പകരം ഇതുപോലെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊന്നും ശരിയല്ല. എന്താ പറയുക? പൊതുപ്രവർത്തകരായി തുടരാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തിരുത്തണം. ഇലക്ഷൻ ചിലപ്പോൾ തോക്കുകയൊക്കെ ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ നമ്മുടെ മൂല്യങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. ഞാൻ അതും പറയുന്നുണ്ട്. ഇവിടെ ഞാൻ ജയിക്കും, ജനങ്ങൾ എന്നെ ജയിപ്പിക്കും. ഇപ്പം തന്നെ തെള്ളുക പറയുന്നുണ്ട്. അങ്ങനെ തെള്ളി കൊണ്ടുവന്ന് ജയത്തിലേക്ക് കൊണ്ടുവരും. ശരി.